ഹായ് ഗൈസ്, എല്ലാവർക്കും ബേസിക്കുകളിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇന്ന് 10ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചക്രവർത്തി ആരാണ്? ഓപ്ഷൻ സി, നെപ്പോളിയൻ. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഇവിടെ തെറ്റായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇവ രണ്ടും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉപ്പുതടാകങ്ങളെ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും. ഇവിടെ എയും ബിയും ശരിയാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണവുമാണ്. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇരുമ്പും നിക്കലും. നിഫ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം നിക്കലും ഇരുമ്പും. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും നിക്കലും. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയല്ലാത്തവ ഏത്? ഇവിടെ 1ഉം 3ഉമാണ് ശരിയല്ലാത്തത്. അഗുൽഹാസ് ഇന്ത്യൻ സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണെന്നതും ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണെന്നതും തെറ്റാണ്. ഇവിടെ ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് എന്നതും ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണെന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ സി, ഇടുക്കി. അടുത്തത് ചേരുംപടി ചേർക്കുന്നതിനാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ദാമോദർ നദി ആസാമിന്റെ ദുഃഖം. ഗോദാവരി നദി ദക്ഷിണഗംഗ. കൊയ്ന മഹാരാഷ്ട്രയുടെ ജീവനാഡി. ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ ചുവന്ന നദി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, ലിഗ്നൈറ്റ്. താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക് ഇവയെല്ലാം RBIയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ പാവപ്പെട്ടവന്റെ ബാങ്ക് എന്ന് പറയുന്നത് RBIയുമായി ബന്ധമില്ലാത്തതാണ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏത്? 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ ബി, ദാദാഭായ് നവറോജി. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? ജൈവ കൃഷിരീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല. എന്നാൽ വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക ഇവയെല്ലാം നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയിൽ പെടുന്നു? ഓപ്ഷൻ എ, തൃതീയ മേഖല. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി, RBI. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? ഓപ്ഷൻ സി, ആമുഖം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്തത് ചേരുംപടി ചേർക്കുന്നതിനാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 42ാം ഭേദഗതി, ചെറിയ ഭരണഘടന, മൗലിക കടമകൾ. 44ാം ഭേദഗതി, വകുപ്പ് 300A 1978. അടുത്തത് 73ാം ഭരണഘടനാ ഭേദഗതി, 11ാം പട്ടിക, ത്രിതല പഞ്ചായത്ത്. 86ാം ഭേദഗതി, വകുപ്പ് 21A വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്
ഏതൊക്കെ വിഷയങ്ങളാണ്? ഇവിടെ 1, 2, 3, 4, 5, 6 കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടവയാണ്. വിദ്യാഭ്യാസം, വനം, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും ഇവയെല്ലാം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെയുള്ള എല്ലാ പ്രസ്താവനകളും തെറ്റായിട്ടുള്ളവയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങളിൽ പെടാത്തത് ഏത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടിയും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. ഇവയെല്ലാം വിവേചനാധികാരത്തിൽ പെട്ടതാണ്. എന്നാൽ രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം വിവേചനാധികാരത്തിൽ പെട്ടത് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി 104 ഭേദഗതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951 ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഇവിടെ 1, 2, 4 ശരിയായിട്ടുള്ളത്. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് 280. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ 1, 2, 3 ശരിയായിട്ടുള്ളതാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM എത്ര അംഗങ്ങളാണുള്ളത്? ഓപ്ഷൻ എ 15 അംഗങ്ങളാണുള്ളത്. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത് 60 വയസ്സ് തികഞ്ഞവരെയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി റവന്യൂ വകുപ്പ് മന്ത്രി. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റാഡിയോ മിശ്രയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? UNEP സ്ഥാപിതമായ വർഷം 1972. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ചത് 1971. ഇവ രണ്ടും ശരിയാണ്. എന്നാൽ ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1995 എന്നതാണ് തെറ്റായുള്ള പ്രസ്താവന. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1, 2, 3 ശരിയായിട്ടുള്ളതാണ്. സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ഹീമോഫിലിയസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗങ്ങളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നു. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നു എന്ന് തെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി എലിസബത്ത് കോൾബർട്ട്. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്ത്? ഓപ്ഷൻ ഡി ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ? ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുന്നു. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്ര? ഓപ്ഷൻ സി. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ബി മാല്യൂസ് നിയമം.
ഹുക്സ് ലോയും പാസ്കൽസ് ലോയും ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമവും എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമുള്ളതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഓപ്ഷൻ ഡി സ്പെയ്ഡെക്സ്. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ് Cu NH3 6Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണ അവസ്ഥ എത്ര? ഇവിടെ +3 ആണ് കോപ്പറിന്റെ ഓക്സീകരണ അവസ്ഥ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം തെന്മല കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. ഇവ രണ്ടും ശരിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ എല്ലാം ശരിയാണ്. ഭാരത സർക്കാരിന്റെ ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. JC ഡാനിയൽ അവാർഡ് ആദ്യമായി നേടിയ വനിത ആറന്മുള പൊന്നമ്മയാണ്. ഒളിമ്പിക് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസ് ആണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. ഇവയെല്ലാം ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലനാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ 2ഉം 3ഉമാണ് തെറ്റ്. ഇവിടെ 1ഉം 4ഉം ശരിയായിട്ടുള്ളതാണ്. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി എന്നതും ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 ആണ് എന്നതും ശരിയായിട്ടുള്ളവയാണ്. ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ഈ പദവിയിൽ വരുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓറഞ്ചസ് വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഹി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. നൺ ഓഫ് us played the game well. Did we? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇഫ് യു ഹാഡ് റീച്ച്ഡ് the venue at the right time, you could have met the chief guest. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ടീച്ചർ could not keep from beating the student for his misbehavior. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. The correct spelt word memento. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. Pick out the word for a person who does not believe in and is strongly against accepted ideas, traditions and images. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Change into reported speech. He said, will you listen to such an advice? ഓപ്ഷൻ ഡി. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. He asked whether they would listen to such an advice. Expand UPI. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ആ പ്ലസ് അൻ. ആദേശസന്ധിക്ക് ഉദാഹരണം ഏത്? വിൺ പ്ലസ് തലം വിണ്ടലം. ആർക്കിടൈപ്പ് എന്ന പദത്തിന്റെ മലയാളം ഏത്? ആദിപ്രരൂപം. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? അതിവാത്സല്യം, അപകടകാരിയാണ്. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. ഓപ്ഷൻ ഡി. തരണം ചെയ്യാനുള്ള ഇച്ഛേനെയാണ് തിതീർഷ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉഗ്രവും അത്യുഗ്രവുമാണ് കൂട്ടത്തിൽ പെടാത്തത്. ജംഗമം, സ്ഥാവരം, മണ്ഡനം, ഖണ്ഡനം, വൃഷ്ടി, സമഷ്ടി ഇവയെല്ലാം ശരിയായിട്ടുള്ളവയാണ്. കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത്? ഇവിടെ നഗജമാണ് അല്ലാത്തത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കുതിരയുടെ പര്യായങ്ങളെയാണ്. ഹയം, ഘോടകം,
പീതി ഇവയെല്ലാം കുതിരയുടെ പര്യായങ്ങളാണ്. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. നായകൻ നായകി അതാണ് കൂട്ടത്തിൽപ്പെടാത്തത്. ശുശ്വരൻ ശുശ്രു, തപസ്വി തപസ്വിനി, ഉപാധ്യായൻ ഉപാധ്യായി ഇവയെല്ലാം ശരിയായിട്ടുള്ളവയാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി വൈദ്യർ. കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? അപൂർവമായ സംഭവമാണ് കരണി പ്രസവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഹായ് ഗൈസ്, എല്ലാവർക്കും ബേസിക്കുകളിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും നമ്മളിവിടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇന്ന് 9ാമത്തെ ദിവസമാണ്. അങ്ങനെ ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രാൻസ്. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏത്? ഓപ്ഷൻ സി സെർബിയ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെന്നും, സ്വരാജ് പാർട്ടി CR ദാസും, ഗദ്ദാർ പാർട്ടി ലാല ഹർദയാലുമാണ്. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഓപ്ഷൻ ബി നൃത്തം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ എഴുതുക. ഇവിടെ 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ളവ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ സി നീലഗിരി. അടുത്ത ക്വസ്റ്റ്യൻ, ആപേക്ഷിക ആർദ്രത കൂടുതൽ ഉള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഓപ്ഷൻ എ തുഷാരം. ദേശീയ ജലപാത 3 ഏതു മുതൽ ഏതു വരെയാണ് ബന്ധിപ്പിക്കുന്നത്? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ. ഇപ്പോൾ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഇവിടെ 1ഉം 3ഉമാണ് അവസാദ ശിലകൾക്ക് ഉദാഹരണം. ചുണ്ണാമ്പുകല്ലും കൽക്കരിയും. അടുത്ത ക്വസ്റ്റ്യൻ, ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏത്? ഓപ്ഷൻ ഡി സ്ട്രാറ്റസ്. അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ളവ. അടുത്ത ക്വസ്റ്റ്യൻ, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതും വായ്പകൾ നൽകുന്നതും ലോക്കർ സൗകര്യം നൽകുന്നതും വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടുന്നതാണ്. എന്നാൽ പണം അച്ചടിച്ചിറക്കുന്നു എന്നത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നില്ല. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ ബി എ ജയതിലക്. അടുത്ത ക്വസ്റ്റ്യൻ, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടതെന്നതും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു എന്നതുമാണ് ശരിയായിട്ടുള്ളവ.
അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുന്നതിനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും ഭരണം നടത്തുന്നതിനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം വരുന്നത് വകുപ്പ് 30-ലാണ്. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം വരുന്നത് വകുപ്പ് 26. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നത് വകുപ്പ് 18. അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം വകുപ്പ് 22. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? BR ഗവായ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിന് അവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇവിടെ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. 30A-യിലല്ല 300A-യിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഇവിടെ ഇൻഷുറൻസ് ആണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 42ാമത്തേത് മിനി ഭരണഘടന. 61ാമത്തേത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21-ൽ നിന്നും 18ആയി കുറച്ചത്. 74ാമത്തേത് നഗരപ്രദേശങ്ങളെ സംബന്ധിച്ചതാണ്. 91ാമത് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതുമായിട്ട് സംബന്ധിച്ചത്. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളുടെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടെ 2024-ൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എ. ഷാജഹാൻ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ഗവർണർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ ഡി ലാഹോർ. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? ഇവിടെ 1ഉം 2ഉമാണ് പ്രത്യക്ഷ നികുതി. വ്യക്തിഗത ആദായ നികുതിയും രണ്ടാമത്തേത് കോർപ്പറേറ്റ് നികുതിയും. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ഇവിടെ 1ഉം 2ഉം 3ഉമാണ് യോജിക്കുന്നത്. ഇവ 3 പ്രസ്താവനകളും യോജിക്കുന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക. ഇവയെല്ലാം ശരിയായിട്ടുള്ളവയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ബി. ഇവിടെയെല്ലാം ശരിയാണ്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? ഓപ്ഷൻ എ. വിക്രം മിശ്രി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ എ. പ്രചോദനം പദ്ധതി. 2023-ലെ ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ഓപ്ഷൻ ഡി. ന്യൂഡൽഹി. എന്താണ് ക്യൂണിക്കൾച്ചർ? മുയൽ വളർത്തലിനെയാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. എന്താണ് പിനങ്ക സബ്ടെറേനിയ? ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ് പിനങ്ക. രക്തത്തിലെ പ്ലാസ്മയിൽ കാണുന്ന ഒരു പ്രോട്ടീൻ ഏത്? ഓപ്ഷൻ ബി. ഗ്ലോബുലിൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? മീസിൽസ് ഒരു ബാക്ടീരിയ രോഗമല്ല. ക്ഷയം, ആന്ത്രാക്സ്, ഡിഫ്തീരിയ തുടങ്ങിയവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ എ. ആർദ്രം. അടുത്ത ക്വസ്റ്റ്യൻ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം ഏത്? ഓപ്ഷൻ ഡി. കണ. ഭൂഗുരുത്വാകർഷണ ത്വരണം മൂലം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്?
ജിക്ക് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് ധ്രുവപ്രദേശങ്ങളിലായിരിക്കും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഓപ്ഷൻ സി ശ്വാനബലം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വേഗത. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആര്? ഓപ്ഷൻ ഡി അജയ് ബംഗ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി പെരുമ്പടവം ശ്രീധരൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പിരീഡുകളും ഉണ്ട്. മൂലകങ്ങളെ അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഇവിടെ അറ്റോമിക് നമ്പറിന്റെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും മോസ്ലി ആണ്. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏതു വാതക നിയമം ഉപയോഗിച്ചതാണ്? ഓപ്ഷൻ എ ബോയിൽ നിയമം. നിർവീര്യലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ഇതിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റമുണ്ടാകുന്നു? 7നേക്കാൾ കുറയുന്നു. ആസിഡുകൾക്ക് 7നേക്കാൾ കുറവും ആൽക്കലിക്ക് 7നേക്കാൾ കൂടുതലുമാണ് pH. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ഡേവിഡ് ബേക്കർ. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ IUCN. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ എയും ബിയും ശരിയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത് എന്നതും പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നതും IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമായി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ ബി വിഘ്നേഷ് പുത്തൂർ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, എന്നാൽ രണ്ടാമത്തെ പ്രസ്താവന ശരിയല്ല. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ഇവിടെ എയും ബിയും തെറ്റാണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 ശബ്ദചിത്രം വിഗതകുമാരൻ അല്ല. 2025 മെയ് മാസത്തിന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ഇവിടെ ഓപ്ഷൻ എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ആയിരുന്നു. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ഇവിടെ രണ്ടും ശരിയാണ്. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ 1908 നിലവിൽ വന്നത്. തൃശ്ശൂരിൽ വെച്ച് നടന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. ഇവ രണ്ടും ശരിയാണ്. ഡാഷ് ഒരു ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. എന്തിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. കോഡ് വ്യത്യാസപ്പെടുത്തുന്നതുവരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ എന്തു വിളിക്കുന്നു? സ്റ്റാറ്റിക് വെബ് പേജ്. എക്സൽ 2010 കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം ഏത്? ഓപ്ഷൻ ബി നെയിം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? ഓപ്ഷൻ സി മലപ്പുറം. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏത്? ഓപ്ഷൻ സി ടെക്നോ പാർക്ക് തിരുവനന്തപുരം. 2025 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള അധികാരം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നതാണ്.
2025 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, പ്രവർത്തിപ്പിക്കൽ സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സംരക്ഷണ ഉത്തരവ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏത്? ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്: കാഗർവാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ക്രിസ്ത്യൻസ് go to church every Sunday. Don't they? Option B. My brother is interested in reading science fictions. Option D ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. I have been living in this house for the last 10 years. If you study well, you will pass the examination. One of the boys is absent today. I visited Mumbai last year. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. I put on my new dress on my birthday. The antonym for amateur is option A professional. He has been elected to the council. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. The synonym for amiable is friendly. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. 91ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇവിടെ അപരാധി എന്നതാണ് ശരിയായിട്ടുള്ളത്. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ജനനി. അങ്കുശം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ബി നിരങ്കുശം. കൺ പ്ലസ് നീർ ചേർത്തെഴുതുക. ഓപ്ഷൻ ബി കണ്ണീർ. ശരിയായ വാക്യം ഏത്? മുതിർന്നവരെ നാം ബഹുമാനിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രത്യുപകാരം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി പ്രതി പ്ലസ് ഉപകാരം. As the seed, so the sprout. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാനമായ പരിഭാഷ ഏത്? വിത്ത് ഗുണം 10 ഗുണം. ഈ പദത്തിൽ സ്ത്രീലിംഗം ഏതാണ്? കവിയുടെ സ്ത്രീലിംഗം ഏതാണ്? കവയിത്രിയാണ് കവിയുടെ സ്ത്രീലിംഗം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത്? ആൺകുട്ടികളാണ് ഇവിടെ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത്. മക്കൾ, ജനങ്ങൾ, തൊഴിലാളികൾ ഇവയെല്ലാം അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ ബി ജിജ്ഞാസ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഹായ് ഗൈസ്, എല്ലാവർക്കും ബേസിക്കുകളിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇന്ന് 8ാമത്തെ ദിവസമാണ്. അങ്ങനെ ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായവ ഏത്? മൃദുഭാവേ ദൃഢകൃതേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ബക്രാനങ്കൽ സത്ലജിലും ഹിരാക്കുഡ് മഹാനദിയിലും സർദാർ സരോവർ നർമ്മദയിലുമാണ്. ഇവയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ഇവ 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയായിട്ടാണ് ഇവിടെ വരുന്നത്. ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. ഇവയെല്ലാം വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഇവിടെ 1, 2, 3 ശരിയായിട്ടുള്ളത്. സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഇവ 3 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത്? ഇതിൽ സതിഹിത ബോധിനി മാത്രമാണ് പെടാത്തത്. ബാക്കി 3 രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരവും കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരും. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇവിടെ എല്ലാം ശരിയായിട്ടാണ് വരുന്നത്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയിം താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഇവിടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ എന്നതാണ് തെറ്റ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം. ഇന്റർപോള് ലിയോൺ. ഇവയെല്ലാം ശരിയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏത്? ഓപ്ഷൻ ഡി നമച്ച ബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഓപ്ഷൻ സി കരേവ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏത്? ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏത്? ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബർ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കസാൻ, റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏതു വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി മധ്യപ്രദേശ്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏതു പ്രായപരിധി വരെയുള്ളവർക്കാണ്? ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം എന്ന്? ഓപ്ഷൻ സി 2010. ലഞ്ച് ബെൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം. താഴെ പറയുന്നവയിൽ 1920-ലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക എന്നിവ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഫ്യൂഡൽ നികുതി നൽകുക എന്നത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ ഡി നവമഞ്ജരി. അടുത്ത ക്വസ്റ്റ്യൻ, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ധോളാവിര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ 1 മാത്രമാണ് ആനി ബസന്റുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു എന്നതും 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു എന്നുള്ളതും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? ഓപ്ഷൻ ഡി ഇ.വി. രാമസ്വാമി നായ്ക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി തെലങ്കാന. അടുത്തത് ചേരുംപടി ചേർക്കുന്നതിനാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുമാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ
ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് 19 മുതൽ 12 വരെയുള്ള വകുപ്പുകളിലാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ, മതസ്വാതന്ത്ര്യത്തിനുള്ളത് 25 മുതൽ 28 വരെയും ചൂഷണത്തിനെതിരായിട്ടുള്ളത് 23 മുതൽ 24 വരെയുമാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇവയെല്ലാം മൗലിക കർത്തവ്യങ്ങളാണ്. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ബി സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഇവരെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? ഓപ്ഷൻ ബി ബുദ്ധമയൂരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ കബനി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഓപ്ഷൻ സി വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻ സി രാമനാട്ടം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഓപ്ഷൻ ബി നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത്? ഓപ്ഷൻ ബി നീണ്ടകര. അടുത്ത ക്വസ്റ്റ്യൻ, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഇവിടെ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏത്? ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യോ. അടുത്ത ക്വസ്റ്റ്യൻ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഏതാണ്? ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഇവിടെ പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്ന് പറഞ്ഞതാണ് ശരിയായിട്ടുള്ള. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ഇന്ത്യ. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? ഓപ്ഷൻ സി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ഏത്? ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. അടുത്ത ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏത്? ഓപ്ഷൻ ബി കൂട്ട്. മഹാകവി G ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ ബീജസംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ഒവ്യൂൾ വിത്ത് ആകുന്നു. എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം ഏത്? എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ.
അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ഗോൾഗി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ലിപ്പേസ്. തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഇവിടെ 1, 2 ശരിയാണ്, 3, 4 തെറ്റാണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പേശികോശത്തിനും ന്യൂറോണിനും ഇടയിലാണ് സിനാപ്സ് കാണപ്പെടുന്നത്. 2 ന്യൂറോണുകൾക്കിടയിൽ സിനാപ്സ് കാണപ്പെടുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഓപ്ഷൻ സി ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏത്? ഓപ്ഷൻ ബി അൽനിക്കോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ബേക്കലൈറ്റ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡും നൈലോണും തെർമോപ്ലാസ്റ്റിക് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകം ഏത്? ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്താണ് അറിയപ്പെടുന്നത്? ത്വരണത്തിനെയാണ് പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത്. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ ബി ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഓപ്ഷൻ ബി ഗതികോർജ്ജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ. ഇതിൽ സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും ഹൈഡ്രോളിക് ഇലക്ട്രിക് പവറും ഗ്രീൻ എനർജിയിൽ വരുന്നതാണ്. കടലിന്റെ ആഴം അളക്കുന്നതിനായിട്ട് ഉള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ഓപ്ഷൻ എ അൾട്രാസോണിക്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഹായ് ഗൈസ്, എല്ലാവർക്കും PSCകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. ഇന്ന് 7ാമത്തെ ദിവസമാണ്. ഇതുപോലെ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്ത് നമുക്ക് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഇവിടെ ആറ്റിങ്ങൽ കലാപമാണ് ആദ്യം നടന്നത്, പിന്നീട് കുളച്ചൽ യുദ്ധവും അതിനുശേഷം ശ്രീരംഗപട്ടണം സന്ധിയും ഏറ്റവും അവസാനമാണ് കുണ്ടറ വിളംബരം നടന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. 1ാം ലോകയുദ്ധം ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും, 2ാം ലോകയുദ്ധം അച്ചുതണ്ട് ശക്തികളും, ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാരും, മുസോളിനി കരിങ്കുപ്പായക്കാരുമാണ് വരുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുന്നതിനാണ്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. ഇതിൽ മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയുടേതാണ്. കേസരിയും മറാത്തയും ബാലഗംഗാധര തിലകിൻ്റെതാണ്. കോമൺവീൽ മിസസ് ആനി ബസന്റിൻ്റെതും യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടേതുമാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ചേരുംപടി ചേർക്കാനായിട്ടാണ്. ഇവിടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വരുന്നത് ഭഗത് സിംഗ് ആണ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസും, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസുമാണ്. ഇവിടെ സുഭാഷ് ചന്ദ്രബോസിന് അറിയാമെങ്കിൽ നമുക്ക് ഒറ്റ ഓപ്ഷനും കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ ഡിയിലേക്ക് എത്താം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏത്? ഓപ്ഷൻ ബി മാംഗോ ഷവറാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. ഈ പെരിഹീലിയൻ എന്നാണ്? ജനുവരി 3-ാം തീയതിയാണ് പെരിഹീലിയൻ. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ഉഷ്ണകാലത്ത് തെക്കു നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ളവയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയല്ല, ഇപ്പോൾ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. ഓപ്ഷൻ ബി ദേശീയ ജലപാത 3 NW3 ആണ്. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ സി 10ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന നയമാണ്? ഓപ്ഷൻ എ സ്വകാര്യവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏത്? ഓപ്ഷൻ ബി നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി തൃതീയ മേഖലയിലാണ് ഹോട്ടൽ വ്യവസായം ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇവിടെ എല്ലാം ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ലെന്നും എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് പ്രധാനമായിട്ടും യോജിക്കുന്നത്. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ് നെല്ല്. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ ഓപ്ഷൻ 1, 2, 3 ഭാഗമാണ്, എന്നാൽ 4 മാത്രം തെറ്റാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. ഇവയെല്ലാം ശരിയായിട്ടുള്ളതാണ്. എന്നാൽ 1ാം പഞ്ചവത്സര പദ്ധതി മുതലല്ല, 3ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 86ാം ഭേദഗതി. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? രാഷ്ട്രത്തലവന്റെ അധികാരം, രാഷ്ട്രത്തിന്റെ പേര്, നിയമനിർമ്മാണ സഭയുടെ പേര് എന്നിവയെല്ലാം ഭരണഘടനയിലുണ്ട്. എന്നാൽ രാഷ്ട്രത്തലവന്റെ പേര് ഭരണഘടനയിൽ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ സി അനുച്ഛേദം 40. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ലോർഡ് റിപ്പൺ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ബി പാർലമെന്ററി കാര്യ സമിതി. അടുത്ത ക്വസ്റ്റ്യൻ തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ് എന്നതുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1ഉം 2ഉമാണ് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത്. കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെന്റും വിദ്യാഭ്യാസവും വനവും വരുന്നത് എവിടെയാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പി സതീദേവിയാണ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്നും വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരത്താണെന്നും വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് എന്നതും പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിബീഷ് ആണെന്നും ശരിയാണ്. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഓപ്ഷൻ ബി എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് ആണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കുന്നത് തടയുന്നത്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ? ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം തുടങ്ങിയവയെല്ലാം പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ്. എന്നാൽ ഹീമോഫീലിയ ഒരു ജീവിതശൈലി രോഗം അല്ല. ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ ഫൈലേറിയൻ വിര മന്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹാഡ് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ മേഘാലയ. അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിന് തകരാറ് ഉണ്ടാകുന്നത് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുക. ത്വക്കിലെ ക്യാൻസർ ആയ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഇതിൽ 1ാമത്തെ പ്രസ്താവന ശരിയും 2ാമത്തേത് തെറ്റുമാണ്.
പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏതിനത്തിൽപ്പെട്ട ജീവികളാണ്? ഓപ്ഷൻ സി ചിത്രശലഭം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. പേശി വ്യവസ്ഥയും അസ്ഥി വ്യവസ്ഥയും ചേർന്നിട്ടാണ് ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ 1 സൂക്രോസ് കരിമ്പ് എന്നതും മാംസ്യം പയറുവർഗ്ഗങ്ങൾ എന്നതും ശരിയായിട്ടുള്ളതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഓപ്ഷൻ എ നീല. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സൂട്ടുകൾ ധരിക്കുന്നത്. ഓപ്ഷൻ ഡി ഉയർന്ന മർദ്ദം. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ ബി മിഥ്യാപ്രതിബിംബം എന്നാണ് വിളിക്കുന്നത്. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്നാണ് വിളിക്കുന്നത്. നാൻസി ഗ്രേഡ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി നാസ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഓപ്ഷൻ സി ചൈന. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഇവിടെ ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് ഒരു രാസമാറ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? pH വാല്യൂവിൽ 0 മുതൽ 7 വരെയുള്ളതാണ് ആസിഡുകൾ. 7-ലാണെങ്കിൽ നമ്മൾ ന്യൂട്രൽ എന്നാണ് പറയുന്നത്. 7 മുതൽ 14 വരെയുള്ളതാണ് ആൽക്കലി. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ദിവസങ്ങളാണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഓപ്ഷൻ ബി പെഗി വിറ്റ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. രാമായണം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ ഡി PT ഉഷ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ബി ആറ്റുകാൽ ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ എ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി വി സുനിൽകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കീ Ctrl+M ആണ്. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെന്റിന്റെ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണുള്ളത്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷൻ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനാണ്. ഈ എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? ഓപ്ഷൻ സി ഐരാവത്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി EQ. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകൾ, വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം ഇവയെല്ലാം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെട്ടതാണ്. എന്നാൽ വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെട്ടതല്ല. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനനുസരിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് വിവരം നൽകേണ്ടത്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം. ടോട്ടൽ 11 ആൾക്കാരാണ് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏതു നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മധ്യപ്രദേശ്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? ദാരിദ്ര്യമില്ല, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം. മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം ഇതിൽ പെടുന്നതാണ്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ്. ദ യൂറോപ്യൻസ് കോൺകേർഡ് മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. ഇവിടെ ഓപ്ഷൻ എ ഹാവ് ദേ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇഫ് ഇറ്റ് റെയിൻസ് ടുമാറോ
വി വിൽ സ്റ്റേ അറ്റ് ഹോം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അലക്സ് said, I have finished my task. Choose the correct conversation into indirect speech. Option D, Alex said that he had finished his task. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു delinquent? ഓപ്ഷൻ ബി, ക്രിമിനൽ. സെലക്ട് ദ ആന്റോണിം ഓഫ് derelict. ഓപ്ഷൻ സി, attentive. The teacher asked the students to look over their assignments before submitting it. അടുത്ത ക്വസ്റ്റ്യൻ, a handwriting that cannot be read. ഓപ്ഷൻ ബി, illegible. The idiom on cloud 9 means. ഓപ്ഷൻ ഡി, extremely happy or elated. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പാടവം, അതിർത്തി, പഠിതാവ്, ശൃംഖല, നിഷ്ഠ, യഥാതഥം. മഹോന്നതം പിരിച്ചെഴുതിയാൽ മഹാ പ്ലസ് ഉന്നതം എന്നായിരിക്കും. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. സ്വാധീനമുണ്ടായിട്ടും എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ സി, പരാധീനം. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഓപ്ഷൻ ഡി, ഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ? ഓപ്ഷൻ ഡി, വിലക്കിയില്ല എന്നാണ് വരുന്നത്. തന്നിരിക്കുന്ന ശരിയായ വാക്യം ഏത്? ഇവിടെ ഓപ്ഷൻ സി, ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക. ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. രക്ഷകൻ, രക്ഷിക, കാന്തൻ, കാന്ത. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ. ഓപ്ഷൻ ഡി, പ്രേക്ഷകൻ. ടെറിട്ടോറിയൽ ഡൊമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ? ഓപ്ഷൻ സി, പ്രാദേശിക ആധിപത്യം എന്നാണ് വരുന്നത്. അടുത്തത്, ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ സി, ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായ എല്ലാവർക്കും PSC ഗൈഡിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇന്ന് 6ാമത്തെ ദിവസമാണ്. അങ്ങനെ ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹ്യ അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. USA-യും സോവിയറ്റ് യൂണിയനും താൽപ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945-ൽ ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ ബി, ജോർജ് ഓർവെൽ. ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻ എ, ലാലാ ലജ്പത് റായ്. 19ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? ഓപ്ഷൻ ബി, ക്യാൻറ്റൺ. അടുത്ത ക്വസ്റ്റ്യൻ, ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ്? ഓപ്ഷൻ സി, നാം. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഓപ്ഷൻ ഡി, കോഴിക്കോട്. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? ഓപ്ഷൻ സി, ട്രോപ്പോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉൾഭാഗത്തെ താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? ഇവിടെ അകക്കാമ്പും താഴത്തെ ആവരണവുമാണ് ഖരാവസ്ഥയിലുള്ളവ. സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ ഏത്? ഒഡീഷയിലെ ഭിതാർ കർണിക. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ നാഗാലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണ ക്രമം താഴെ പറയുന്നവയിൽ നിന്ന് തിരിച്ചറിയുക. കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പാലക്കാട്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഓപ്ഷൻ എ, ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആസൂത്രണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം 1966 മുതൽ 69 വരെ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു എന്നുള്ളതും കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978-ൽ 5ാം പഞ്ചവത്സര പദ്ധതി അതിന്റെ 4ാം വർഷത്തിൽ അവസാനിച്ചു എന്നും 8ാം പഞ്ചവത്സര പദ്ധതി 1990-ൽ ആരംഭിക്കാൻ കഴിഞ്ഞില്ല, 1992-ൽ മാത്രമാണ് ആരംഭിച്ചത്. ഇവ മൂന്നും ശരിയാണ്. 1990 കഴിഞ്ഞ് 2 വർഷം വാർഷിക പ്ലാനുകളായിരുന്നു നടന്നിരുന്നത്. അതിനുശേഷമായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നത്. നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. DMEOയും NILERDയും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ്.
സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഹരിത വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ഗ്രിഗർ മെൻഡൽ അല്ല ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് താഴെ കമന്റ് ചെയ്യണേ ഗൈസ്. GSTയെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. മുകളിൽ സൂചിപ്പിച്ച ഇനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യുക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 1ഉം 2ഉം 3ഉം ശരിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് ഇന്ത്യൻ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത്. ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷമോ ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസ്താവന സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുൻപാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവയിൽ ശരിയായവ ഏത്? 2ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം? രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആമുഖത്തിലുള്ളതാണ്. എന്നാൽ യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ല. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത്. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഇന്ത്യയിൽ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനാൽ കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ പാടില്ല. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഇവിടെ 2 മാത്രമാണ് ശരിയല്ലാത്തത്. 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഇവ രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാം? ഇവിടെ കൺകറന്റ് ലിസ്റ്റിൽ ആകെ ഉൾപ്പെടുന്നത് വൈദ്യുതി മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. യൂണിയനുകളും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. 27ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്?
ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജി ആയിരുന്ന വ്യക്തിയോ ആയിരിക്കണം. മറ്റൊരു അംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞ 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത്? ആർട്ടിക്കിൾ 19 1A പ്രകാരമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? ഇവയെല്ലാം സ്ത്രീകളുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കിയ പദ്ധതികളാണ്. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തായിരുന്നു? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക എന്നതും പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുക എന്നതുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി N-PROUD. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണയാണ് ശരിയായിട്ടുള്ള ഉത്തരം. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷണങ്ങളെയും ടെഫ്ര എന്നാണ് വിളിക്കുന്നത്. ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധിയെ ഡാഷ് എന്നും വിളിക്കുന്നു. ഓപ്ഷൻ സി വാരിസെല്ല. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുന്ന സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഓപ്ഷൻ എ ആർദ്രം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരം വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിന്റെ ഉദാഹരണമാണ്. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. തെർമോഡൈനാമിക്സിന്റെ 0 നിയമം എന്തിനെ സൂചിപ്പിക്കുന്നു? താപ സന്തുലിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ 2025 എന്തായിട്ടാണ് പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ ഒരു ദ്വിമാന പദാർത്ഥം ആണ്. വലുപ്പം വർദ്ധിക്കുന്നതനുസരിച്ച് താഴെ പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക. ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? ഓപ്ഷൻ എ നിക്കോട്ടിൻ. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലുകളും സമന്വയത്തിനുമാണ്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ സി ടി ഗുഗേഷ്. മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തെയ്യം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേരെന്താണ്? മല്ലിക സാരാഭായ്. 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആദാമിന്റെ മകൻ അബു. പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? ഓപ്ഷൻ സി ബില്ലിയാർഡ്സ്. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. fill in the blanks with suitable article. The university in which she is studying is one of the best universities in the world. ഓപ്ഷൻ എ the ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. Find out the correct answer from the following sentence. One of the students in class scores full marks. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. Choose the correct question tag from the following.
ഓപ്ഷൻ സി ഗെറ്റ് ഔട്ട് വിൽ യു, അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. വിച്ച് ഈസ് ദ കറക്റ്റ് പാസീവ് വോയിസ് ഓഫ് സെൻറ്റൻസ് രാം ഈസ് ഈറ്റിംഗ് എ മാംഗോ? ഓപ്ഷൻ സി എ മാംഗോ ഈസ് ബീയിങ് ഈറ്റൻ ബൈ രാം. Fill in the blanks with correct phrasal verb of the word given in the bracket. The meeting was cancelled because of some personal issues of the manager. Option A called off. അടുത്ത question. Choose the correct antonym of the word luminous. Option B dark. Choose the correct word spelling. Option C ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. Fill in the blanks with suitable modal verb. Policemen must wear khaki. Fill in the blanks with suitable idiom from the following. The announcer announces that it is time to wrap up the program. Fill in the blanks using correct preposition. The boutique is situated at the city center. Option D at ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഹൃദം എന്ന വാക്കിന് സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ സി കയം. താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ ഉപോദ്ബലകം. കൺസിലിയേഷൻ എന്ന പദത്തിൻ്റെ കൃത്യമായ വിവർത്തനം ഏത്? ഓപ്ഷൻ എ അനുരഞ്ജനം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആശാന്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. മാടമ്പി എന്നതിൻ്റെ എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി കെട്ടിലമ്മ. അടുത്ത ക്വസ്റ്റ്യൻ. ആപത്തിലെ ധൈര്യം എന്നർത്ഥമുള്ള ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി വിപതി ധൈര്യം. ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ ബി പാഷാണത്തിൽ കൃമി. വെണ്മ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി വെള് പ്ലസ് മ. നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്ത്? നിഴലിനോടുള്ള യുദ്ധം. കൗമുദി, ജ്യോത്സ്ന എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? ഓപ്ഷൻ സി നിലാവ്. അങ്ങനെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.